ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ എഴുന്നേക്ക്. എന്തെങ്കിലും പറ്റിയോ? പറ്റിയാലും കുഴപ്പമൊന്നുമില്ല സാറേ. ചാകാൻ ഇറങ്ങിയവർക്ക് പിന്നെ വേറെന്താ നോക്കാനുള്ളത്? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? നിങ്ങൾ മോളെയും കൊണ്ട് ചാകാൻ ഇറങ്ങിയതാണോ? മോളെ എന്തിനാ അച്ഛ, എന്തിനാ എന്നെയും ഹരിയെയും വേർപിരിക്കാൻ അച്ഛൻ കൂട്ടു നിൽക്കുന്നത്? ഹരിയോടൊപ്പം എന്നെ ജീവിക്കാൻ അനുവദിച്ചത് അച്ഛനും കൂടി ചേർന്നല്ലേ? എന്നിട്ടിപ്പോ അച്ഛൻ എന്താ അത് ഓർക്കാത്തെ? മോളെ, ഞാൻ ജീവന്റെ കമ്പനി ജോലി ചെയ്യുന്നു എന്നുള്ള നേരാ. പക്ഷേ അവൻ എടുക്കുന്ന ഒരു തീരുമാനങ്ങളും എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അച്ഛ, ജീവനോടൊപ്പമുള്ള എന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അച്ഛൻ കണ്ടതല്ലേ? 8 വർഷം അച്ഛനും അമ്മയും തമ്മിൽ കാണാതിരുന്നില്ലേ? ആരായിരുന്നു അതിന്റെ കാരണം? ജീവനായിരുന്നില്ലേ? ജീവന്റെ ക്രിമിനൽ സ്വഭാവമല്ലേ? എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടത് എങ്ങനെയാ? അതേ ക്രിമിനൽ സ്വഭാവമല്ലേ? അച്ഛന് പറയാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ സന്തോഷത്തിലായിരുന്നു എന്ന്? അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുന്നില് ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അച്ഛ? എനിക്ക് അച്ഛനും അമ്മയും ദൈവത്തെ പോലെ ഇഷ്ടം, ബഹുമാനോ. അച്ഛനും അമ്മയും എന്നെ ചേർത്ത് പിടിച്ച് സ്വന്തം മകളാണെന്ന് പറയുമ്പോ ഈ ഭൂമിയില് ഏറ്റവും ഭാഗ്യവതിയായ പെൺകുട്ടി ഞാനാണെന്ന് കരുതിയിട്ടുണ്ട്. അച്ഛാ, ഞാൻ ഒരു പുരുഷനെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ളൂ. അത് ഹരിയാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാനൊന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയത് ഹരിയുടെ വീട്ടില. എടുത്തു വയ്ക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ഞാൻ അറിഞ്ഞത് ആ വീട്ടില. മനസ്സ് തുറന്നൊന്ന് ചിരിച്ചത് എല്ലാം ആ വീട്ടില. അച്ഛൻ പറഞ്ഞ ജീവൻ കേക്കും. അച്ഛനിപ്പോ ജീവന്റെ കൂടെയല്ലേ? ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് വിട്ടുതരാൻ പറയാ അച്ഛ. അച്ഛ പ്ലീസ് അച്ഛ. എനിക്കിപ്പോ ഇതിലൊന്നും പറയാൻ പറ്റില്ല മോളെ. സോറി. നീ ആരുടെ കാല് പിടിച്ച് കരയാനാ മോളെ ഇങ്ങോട്ട് വന്നത്? കരയുന്നതും സങ്കടം പറയുന്നതും ഒക്കെ മനുഷ്യത്വമുള്ളവരുടെ മുൻപിലായിരിക്കണം. മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന ചില മനുഷ്യരുണ്ട് നമുക്കിടയില്. അവരുടെയൊക്കെ സൗജന്യം പറ്റി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ചത്തുകളയുന്നതാ. നീ വന്ന് അപേക്ഷിച്ചാൽ ഇങ്ങേരു മകനോട് പറഞ്ഞ് തെറ്റ് തിരുത്തിക്കോളൂന്നാണോ നീ കരുതിയത്? നേരെ നിന്നൊന്നും മിണ്ടാൻ പോലും പറ്റില്ലല്ലോ ജീവനോട്. അവന്റെ കാൽക്കൽ ചെന്ന് കിടന്ന് കിട്ടുന്നത് വാങ്ങി ഉണ്ണാനല്ലാതെ. അത്ര വലിയ ബഹുമാനമൊന്നും ഈ മനുഷ്യനോട് ഇനി കാണിക്കണ്ട. മോൾ എന്റെ കൂടെ അകത്തേക്ക് വാ. വാ. അമ്മേ, അയ്യോ മോളെ, നിനക്കതിന് പറ്റിയോ? എന്റെ കൈ. അയ്യോ, മോളെ.
എഴുന്നേക്ക്. എന്തെങ്കിലും പറ്റിയോ? പറ്റിയാലും കുഴപ്പമൊന്നുമില്ല സാറേ. ചാകാൻ ഇറങ്ങിയവർക്ക് പിന്നെ വേറെന്താ നോക്കാനുള്ളത്? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? നിങ്ങൾ മോളെയും കൊണ്ട് ചാകാൻ ഇറങ്ങിയതാണോ? മോളെ ഓക്കെ അല്ലേ? വേറെ മാർഗമൊന്നുമില്ലെങ്കിൽ ചത്തല്ലേ പറ്റൂ. ജീവിച്ചിരുന്ന പ്രശ്നം സാറേ. എന്റെ മോള് വളർന്നാലും പ്രശ്നം. എന്ത് പ്രശ്നം? സാർ അതൊന്നും അറിയണ്ട സാറേ. അതൊക്കെ പറയുന്നത് അറിയുന്നതൊക്കെ നാണക്കേടാ. മരിക്കാൻ തയ്യാറായി നടക്കുന്ന നിങ്ങളെ തനിച്ച് വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നിങ്ങളെ ആരാ ദ്രോഹിക്കുന്നേ? അതെങ്കിലും ഒന്ന് പറ. ദ്രോഹിക്കുന്നത് എന്റെ കെട്ടു തന്നെയാ സാറേ. അയാളുടെ താല്പര്യങ്ങളൊക്കെ വേറെ ചിലതാ. കൂട്ടുകാരെ വീട്ടിൽ വിളിച്ചു വരുത്തി കുടിപ്പിക്കുക, ചീട്ട് കളിപ്പിക്കുക. കുറച്ചു നാള് മുൻപ് അതിലൊരുത്തിന്റെ കൂടെ. സാറേ, എന്റെ മോളെങ്കിലും എനിക്ക് വളർത്തണം. അവിടെ നിന്ന ഞാൻ ചീത്തയായി പോവും. എന്റെ മോള് വലുതായി വരുമല്ലേ, ഈ കുഞ്ഞിനെങ്കിലും എനിക്ക് വളർത്തണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ലേ? ഉണ്ടായിരുന്നു സാറേ. അമ്മ ആങ്ങളെ മാത്രമേ അവിടെ ഉള്ളൂ. ഇപ്പൊ ഒരു വീടൊക്കെ വിറ്റു. കുറച്ചു ദൂരെ ഒരു വാടക വീട്ടിലാ. എങ്കിൽ നിങ്ങൾ എന്റെ വണ്ടി കയറ്, ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവിടാം. അത് നടക്കൂല സാറേ. ഞാൻ ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതാ. അമ്മയൊന്നും എന്നോട് ഇതുവരെ പുറത്തിട്ടില്ല, എന്നെ അങ്ങോട്ട് കയറ്റില്ല. അല്ല, നിങ്ങളുടെ ഈ അവസ്ഥ അറിയുമ്പോ അവര് സഹായിക്കാതിരിക്കോ? നിങ്ങളുടെ സ്വന്തം അമ്മയല്ലേ. നമുക്ക് അവിടം വരെ പോയി ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്യാം. കാറിലോട്ട് കയറ്. വേണ്ട സാറേ. ദേ, ചാവാനായിട്ടൊരു തീരുമാനം എടുക്കുമ്പോ ദേ ഈ കുഞ്ഞിന്റെ മുഖമൊന്നും നിങ്ങൾക്ക് ഓർത്തൂടെ? നിങ്ങൾ ഈ കുഞ്ഞിന്റെ അമ്മയല്ലേ. നിങ്ങളുടെ വീട്ടുകാരോടൊക്കെ ഞാൻ സംസാരിച്ച് ശരിയായിക്കോളാം. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിച്ച് വണ്ടി കയറ്. ആ വാ, കയറ്, വാ. മോൾ ഉറങ്ങിക്കോളാൻ ഞാൻ പറഞ്ഞതല്ലേ. അമ്മേ, ഞാനിപ്പോ അമ്മാവനെ വിളിച്ചിരുന്നു. ഹരി അമ്മാവനോട് കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് എങ്ങോട്ടോ ഇറങ്ങിപ്പോയെന്നാ പറഞ്ഞ. മധുര നൊമ്പരക്കാറ്റ്